Assalamualaikum warahmatullah. Bismillahirrahmanirrahim. One will have more chances of being successful as a teacher. എന്താണ് ഒരാൾക്ക് more chances of being successful as a teacher. ടീച്ചറായിട്ട് സക്സസ്ഫുൾ ആവണമെങ്കിൽ എങ്ങനെ ആയിരിക്കും അയാളെന്ന് പറയുന്നത്. She's trained in teaching. She's competent enough in her subject. She belongs to the family of teachers. She can organize her teaching learning activities systematically and conveys the same effectively. എന്താണ് ഒന്നെങ്കിൽ എന്താണ് ഏതാണ് പറഞ്ഞോ. ഡി. ഓക്കെ, ഡി ആണല്ലേ. ടീച്ചിങ് ഫാമിലിയിലായതുകൊണ്ട് ടീച്ചർ ആവണം നിർബന്ധമൊന്നുമില്ല, സക്സസ്ഫുൾ ആവണം നിർബന്ധമില്ല. അതുപോലെ സബ്ജക്റ്റിൽ കോമ്പിറ്റന്റ് ആയതുകൊണ്ട് നല്ല എഫിഷ്യന്റ് ആയതുകൊണ്ട് എന്ത് ടീച്ചർ ആവണമെന്നില്ല. ഇപ്പൊ ചിലപ്പോൾ ഒരാൾക്ക് സബ്ജക്റ്റ് ആണ് നോളജ് വേണം, പക്ഷെ അത് പറഞ്ഞു കൊടുക്കേണ്ടത് എങ്ങനെയാണോ അല്ലെങ്കിൽ മറ്റൊരാളെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതിൽ ഒരു സ്കില്ല് കാണില്ല. അതുപോലെ ഇപ്പം ബി.എഡ് ചെയ്ത എല്ലാവരും എന്താവണമെന്നില്ല, ടീച്ചർ ആവണമെന്നില്ല അല്ലെ. ആ ഒരു സ്കില്ലും ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Which of the following is a technique used to address stuttering? സ്റ്റട്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതില്ലേ സംസാരിക്കുമ്പോൾ വരുന്ന വിക്കിനാണ് സ്റ്റട്ടറിംഗ് എന്ന് പറയാ. പർപ്പസ്ഫുൾ സ്പീച്ച്, പ്രാക്ടിക്കൽ സ്പീച്ച്, പ്രൊലോങ്ഡ് സ്പീച്ച്, ഡിലൈറ്റ് സ്പീച്ച്. ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞു നോക്കാം, അറിയില്ലെങ്കിലും തെറ്റിയാലും കുഴപ്പമില്ല. സ്റ്റട്ടറിംഗ് അതായത് വിക്കിന് അതിനുള്ള ടെക്നിക്ക് എന്താണെന്ന് മാറ്റാനുള്ള അല്ലെങ്കിൽ അതിനുള്ള യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ഓക്കെ, നോക്കാം. പ്രൊലോങ്ഡ് സ്പീച്ച് ആണ്. അതായത് സ്റ്റട്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എ ഡെവലപ്മെന്റൽ സ്പീച്ച് ഡിസോർഡർ wherein the speech production gets interrupted by repetition or prolongation of sounds or words. എന്താണ്? ഒരു സ്പീച്ച് ഡിസോർഡർ ആണ് അല്ലെ എന്താ ഇത് സ്റ്റട്ടറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇന്ററപ്റ്റ് ആയിട്ട് റിപ്പിറ്റേഷൻ ആയിട്ട് പറയുന്ന വാക്കുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരിക. അല്ലെങ്കിൽ പ്രൊലോങ്ങേഷൻ എന്ന് പറഞ്ഞാൽ വിക്ക് സ്റ്റട്ടറിംഗ്. അതെ, വിക്ക് എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ എന്താണ്? ഒരു പറയാനുള്ള താമസം, കുറച്ചു നേരം നിന്നിട്ട് പെട്ടെന്ന് വാക്കുകൾ പെട്ടെന്ന് കിട്ടാത്ത ഒരു അവസ്ഥ. സൗണ്ട്സ് ഓർ വേർഡ്സ്, സൗണ്ട്സ് ആവാം വേർഡ്സ് ആവാം. അത് ഏത് ഏജിലുള്ള പീപ്പിളിനെ എഫക്ട് ചെയ്യാവുന്ന ഒരു ഇതാണ് എന്ത് സ്റ്റട്ടറിംഗ് എന്ന് പറഞ്ഞാല്. ഈ പ്രൊലോങ്ഡ് സ്പീച്ച് എന്ന് പറഞ്ഞാല് എന്താണ്? ട്രീറ്റ്മെന്റ് ആണ് സ്റ്റട്ടറിങ്ങിനുള്ള. 1965 ഗോൾഡിയാമ ഒരു സൈക്കോളജിസ്റ്റ് ആണ്. അയാളിൽ നിന്ന് എന്താണ് ഡെറിവേഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് സ്റ്റട്ടറിങ്ങിനുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രൊലോങ്ഡ് സ്പീച്ച് എന്ന് പറയുക. എന്ന് പറയുമ്പോൾ the approaches that have been developed to treat the physical symptoms of stuttering. സ്റ്റട്ടറിങ്ങിന്റെ ഒരു ഫിസിക്കൽ സിംറ്റംസ് കാണുമല്ലോ, ഫിസിക്കൽ സിംറ്റംസ് ആണല്ലോ ഉള്ളത്, ഇങ്ങനെ ഓരോ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു അപ്രോച്ച് ആണിത്. As the name suggested, prolonged speech is breaking down words into syllables and uttering them in a prolonged manner. In the long term, it helps the facilitating fluency. അതൊരു ലോങ് ടൈമിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫ്ലുവൻസി ഇല്ലായ്മയാണല്ലോ ഈ സ്റ്റട്ടറിംഗ് എന്ന് പറയുക. തുടർച്ചയായിട്ട് സംസാരിക്കാൻ പറ്റാതെ പറയുന്ന വാക്കുകൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു അല്ലെങ്കിൽ പറയാനുള്ള താമസമാണല്ലോ സ്റ്റട്ടറിംഗ് വിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ഒരു ഫ്ലുവന്റ് ആക്കി കൊണ്ടുവരാനുള്ള ഒരു ഇപ്പം ഒരു വേർഡ് ആണെങ്കിൽ അതിനെ പതുക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ നീട്ടി താമസിപ്പിച്ച് പറഞ്ഞിട്ട് അങ്ങനെ ആ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഫ്ലുവൻസിയിലേക്ക് എത്തുക. ഓൾസോ ഒരു നെയിമും കൂടെ ഉണ്ട്, സ്മൂത്ത് സ്പീച്ച് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതിനെ പ്രൊലോങ്ഡ് സ്പീച്ചിനെ പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, റണ്ണിംഗ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആക്റ്റീവ് ബിഹേവിയർ ഓഫ് എ സ്റ്റുഡന്റ് ആസ് ഒബ്സർവ്ഡ് ബൈ ദ ടീച്ചർ ഈസ് അനക്ഡോട്ടൽ റെക്കോർഡ്, ഓട്ടോബയോഗ്രഫി, ഇന്റർവ്യൂ, കേസ് സ്റ്റഡി. കുട്ടിയുടെ ബിഹേവിയറിന് അതിന്റെ ഒരു റണ്ണിംഗ് ഡിസ്ക്രിപ്ഷൻ റെക്കോർഡ് ചെയ്യുന്നതിന്, അതിനെ ഒബ്സർവ് ചെയ്യുന്നതിന് എന്താണ് പറയുക? എന്റെ കീബോർഡ് ഉണ്ട് ഇവിടെ. ആക്റ്റീവ് ബിഹേവിയറിനെ റെക്കോർഡ് ചെയ്യാന്നാണ്. എന്തായിരിക്കും അപ്പൊ? യെസ്, അനക്ഡോട്ടൽ റെക്കോർഡ്. കേസ് സ്റ്റഡി. അനക്ഡോട്ടൽ കേസ് സ്റ്റഡി അല്ലല്ലോ. കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ ഫുൾ ഒരാളെ കുറിച്ചുള്ള ഫുൾ
എന്താണ് ഡിസ്ക്രിപ്ഷനും കാണുന്നത്. റണ്ണിങ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആക്റ്റീവ് ബിഹേവിയർ എന്ന് പറയുന്നത്. ഇപ്പൊ അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് പേഴ്സന്റെ അല്ലെങ്കിൽ ഇപ്പം സ്റ്റുഡൻസിന്റെ ആണെങ്കിൽ പേഴ്സണൽ അഡ്ജസ്റ്റ്മെന്റ് ഓർ സോഷ്യൽ ഫങ്ഷനിങ് ഓഫ് എ ചൈൽഡ്, അങ്ങനെ ആ ഒരു ഇതല്ലേ റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് അനക്ഡോട്ടൽ റെക്കോർഡ്. ഓക്കെ, റണ്ണിങ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ആക്റ്റീവ് ബിഹേവിയർ എന്ന് തന്നെ അനക്ഡോട്ടൽ റെക്കോർഡിന് ചിലപ്പം എന്താണ് ഒരു ഡിസ്ക്രിപ്ഷൻ ആയിട്ട് കാണാറുണ്ട് കേട്ടോ. ഒബ്സർവ്ഡ് ബൈ എ ടീച്ചർ. ഓക്കെ, next question, which of the following activities demanded the least finer motor activity? താഴെ പറയുന്നതിൽ ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ ഫൈൻ മോട്ടോർ ആക്ടിവിറ്റി ആവശ്യമായിട്ടുള്ളത് ഏതിനാണ്? കുറഞ്ഞ ഇത് മതി, ബാക്കിയുള്ളതിനൊക്കെ അതിന് കൂടുതലായിരിക്കും ആവശ്യമായിട്ട് വരിക. റൈറ്റിംഗ് വിത്ത് എ പെൻ, കളറിംഗ് വിത്ത് ക്രയോൺസ്, പിക്കപ്പ് നീഡിൽ ഫ്രം ദി ഫ്ലോർ, പിക്കപ്പ് ബ്രഷ് ഫ്രം എ സ്മൂത്ത് ഫ്ലോർ. ഏതായിരിക്കും? ഫൈൻ മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് എന്താണ് ഐസ്, ഹാൻഡ്സ്, ഫിംഗേഴ്സ് ഒക്കെ അതിന്റെ ഒരു കോർഡിനേഷൻ ആണ്. സ്മാൾ മസിൽസ്, കോർഡിനേഷൻ ഓഫ് സ്മാൾ മസിൽസിന്റെ മൂവ്മെന്റ്, ഈ മൂന്ന് ഓർഗൻസും യൂസ് ചെയ്തുകൊണ്ടുള്ള എന്താണ് അതിന്റെ ഒരു കോർഡിനേഷൻ ആയിട്ടുള്ള സ്മാൾ മസിൽസ് ആണല്ലോ, അപ്പൊ അതിന്റെ കോർഡിനേഷൻ ആണ്, മൂവ്മെന്റിനാണ് എന്താ ഫൈൻ മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറയാം. നമുക്ക് നോക്കാം. കളറിംഗ് വിത്ത് ക്രയോൺസ് ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ റൈറ്റിംഗ് വിത്ത് എ പെൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, ഇത് നാലിലും കൂടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കുറഞ്ഞ ഫൈൻ മോട്ടോർ ആക്ടിവിറ്റി ഏതിനാണ്? കളറിംഗ് വിത്ത് ക്രയോൺസ് ആണ്. ഇപ്പം എന്താ റൈറ്റിംഗ് വിത്ത് പെൻ ആകുമ്പോഴത്തേക്കും ഈ കളറിംഗ് വിത്ത് ക്രയോൺസിനെക്കാട്ടിയും കുറച്ചുകൂടെ കൂടുതൽ വേണ്ടി വരുന്നത് അല്ലെ. ഇപ്പം എഴുതുക എന്ന് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതുന്നത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ക്രയോൺസ് ആണെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണെങ്കിലും ഒന്ന് എന്ത് ചെയ്യാം, ആ പോർഷൻസ് എൻഡ് പോർഷൻസ് കറക്റ്റ് ആണോന്നേ ഉള്ളൂ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടായാലും ക്രയോൺ കളർ ചെയ്യാമല്ലോ. ഇപ്പം നീഡില് എന്ത് ചെയ്യുക, പിക്കിംഗ് അപ്പ് നീഡിൽ ഫ്രം ദ ഫ്ലോർ എന്ന് പറയുമ്പോഴും കറക്റ്റ് ആയിട്ട് എവിടെങ്കിലും പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി തപ്പിയാൽ എന്താ നീഡിൽ കിട്ടുമോ? സൂചി കിട്ടത്തില്ല. അതുപോലെ തന്നെയാണ് എന്താണ് സ്മൂത്ത് ഫ്ലോറിൽ നിന്ന് എന്ത് ചെയ്യുക, റെഡ് അബ്രസിനെ പിക്ക് ചെയ്യുന്നത്, അതും എന്താണ് നോക്കി തന്നെ ചെയ്യണം. അതില് 4 കുറവ് ലീസ്റ്റ് ആക്ടിവിറ്റി ഇതിനല്ലേ വരുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് മൂന്നും നാല് ഓപ്ഷൻസ് പറഞ്ഞോ. 3-4 ഓപ്ഷൻസ് ഒന്നും കൂടി. 3-4 ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോറിൽ നിന്ന് എന്ത് ചെയ്യുക, നീഡിലിനെ പിക്ക് ചെയ്യുക. സൂചി നോക്കി എടുക്കണമെങ്കിൽ നമുക്ക് എവിടെങ്കിലും നോക്കിയിട്ട് സൂചി എടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സൂചി ഉള്ളിടത്ത് നന്നായിട്ട് തപ്പിയിട്ട് വേണ്ടേ, എന്തെങ്കിലും താഴെ പോയാൽ അവിടെ തന്നെ തപ്പി നോക്കണ്ടേ. അതുപോലെ തന്നെയാണ് ഫോർത്ത് ഓപ്ഷൻ അത് തന്നെയാണ്. എന്തെങ്കിലും എന്താ റെഡ് അബ്രസ് എന്ന് പറയുന്ന എന്തോ ഒരു ഇതാണ്, അത് നോക്കി എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നന്നായിട്ട് നോക്കി എടുക്കണ്ടേ. കളർ ഇപ്പം ക്രയോൺ കളർ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് നമ്മൾ ഒന്ന് ശ്രദ്ധ തെറ്റിയാലും കുഴപ്പമില്ല, എൻഡ് പോർഷൻസ് കറക്റ്റ് ആവണമെന്നേ ഉള്ളൂ അല്ലെ. കുറെ പോർഷൻസ് ഉണ്ടാവും കളർ ചെയ്യാൻ, അപ്പൊ നടുക്കൊക്കെ കളർ ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചെയ്താലും കുഴപ്പമൊന്നുമില്ല അല്ലെ. അപ്പൊ ലീസ്റ്റ് ഫൈൻ മോട്ടോർ ആക്ടിവിറ്റി ആവശ്യമായിട്ട് വരുന്നത് ഏതാണ്? കളറിംഗ് വിത്ത് ക്രയോൺസ് ആണ്. ഇനി ലീസ്റ്റ് ഇതെന്താണ് ഫൈൻ മോട്ടോർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ലോ. അതായത് ഐസ്, ഹാൻഡ്സ്, ഫിംഗേഴ്സ്, ഈ 3 കാര്യങ്ങളും എന്താണ്, കണ്ണ്, ഹാൻഡ്സ് ആൻഡ് ഫിംഗർ, കൈയും വിരലും എല്ലാം ഒരുപോലെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്, അതായത് സ്മാൾ മസിൽസ് അതിന്റെ മൂവ്മെന്റ്, കോർഡിനേഷൻ ഓഫ് സ്മാൾ മസിൽസ് സച്ച് ആസ് ഐസ്, ഹാൻഡ്സ്, ഫിംഗേഴ്സ്, അതിന്റെ മൂവ്മെന്റിനെയാണ് പറയുന്നത്. അപ്പൊ ഇത് 3 ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ച് കുറവായിട്ട് വരുന്ന ഏതാണെന്നാണ് ചോദിച്ചത്. 4-നും ആവശ്യമാണ്, ഉള്ളതിൽ കുറവ് ഏതിനാണെന്നാണ് ക്വസ്റ്റ്യൻ. At the base of hierarchy of needs, Maslow describes ഏതാണ്? സോഷ്യൽ നീഡ്സ്, സേഫ്റ്റി നീഡ്, ഫിസിയോളജിക്കൽ നീഡ്സ്, ഗ്രോത്ത് നീഡ്സ്. ക്വസ്റ്റ്യൻ എന്താണ്? അറ്റ് ദ ബേസ് ഓഫ് ഹെറാർക്കി ഓഫ് നീഡ്സ്. മാത്സ്ലോ ആണ് എന്താണ് ഹെറാർക്കി ഓഫ് മോട്ടീവ്സിന്റെ ഒരു പ്രൊപ്പണന്റ് ആയിട്ട് വരുന്നത്. അതില് എന്താണ് ബേസിൽ വരുന്ന ബേസ് നീഡ് ആയിട്ട് വരുന്നത് ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലേ. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കണം, വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് എന്ത്, 4 നീഡ്സും എന്താണ് അതിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോ അതിൽ ബേസ്മെന്റിലുള്ളത് അത് ഫിസിയോളജിക്കൽ നീഡ്സ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഓരോ നീഡ്സ് എന്താ ആവശ്യമായിട്ട് വരുന്നത്. അപ്പൊ ഏറ്റവും ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. What is the purpose of grading children? What is the purpose of grading children? Allow teachers to judge students' ability,
provide information about students' progress, inform parents about how smart their child is, compel students to work hard. ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിനെ ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ പർപ്പസ് എന്താണ്? ഏതായിരിക്കും? സ്റ്റുഡൻസിനെ ജഡ്ജ് ചെയ്യലാണോ, അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യലാണോ, അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള എന്താണ് അവരുടെ പ്രോഗ്രസിനെ പ്രൊവൈഡ് ചെയ്യലാണോ, അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യലാണോ, അതിന് പേരൻസിന് എങ്ങനെയാണ് അവരുടെ കുട്ടി എങ്ങനെയാണെന്ന് പറയലാണോ? സോ കമ്പയർ സ്റ്റുഡൻസ് വർക്ക് ഹാർഡ്, കുട്ടികളെ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രയത്നിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കലാണോ ഗ്രേഡിങ് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ? അതിന്റെ പർപ്പസ് എന്താണ്? ഏതായിരിക്കും? Provide information about student progress. അതാണ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റുഡൻസ് പ്രോഗ്രസ് ആണ്. എന്താണ് ആലോ ടീച്ചേഴ്സ് ടു സ്റ്റുഡൻസ് എബിലിറ്റി വരില്ല. എന്താണ് അസസ്മെന്റിനാണ് സ്റ്റുഡൻസിനെ ജഡ്ജ് ചെയ്യാന്നുള്ള ഒരു പ്രോസസ്സ് വരുന്നത്. അതുപോലെ ഇൻഫോം പേരൻസ് അബൌട്ട്, അതായത് PTA മീറ്റിംഗിനല്ലേ ഇൻഫോം പേരൻസ് അബൌട്ട് ഹൗ സ്മാർട്ട് ദെയർ ചൈൽഡ് ഈസ് എന്ന് പറയുക. പിന്നെ കമ്പൽ സ്റ്റുഡൻസ് ടു വർക്ക് ഹാർഡ്, അതും ഇതിൽ വരുന്നില്ല. അതിൽ മോട്ടിവേഷനോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അതിന്റെ ഒരു അണ്ടറിൽ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നിരിക്കുന്നതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള പെയേഴ്സ് ഏതാണ്? പാവ്ലോവിന്റെ SR തിയറി ഓഫ് ലേണിംഗ്, കോറ്റ്ലറിന്റെ ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ് എന്നാണ് ഇത് പറയുന്നത്. ബ്രൂണോന്റെ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറയുന്നു. തോണ്ടേക്ക് ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ഏതായിരിക്കും ഇൻകറക്റ്റ് പെയേഴ്സ് ഏതാണ്? Social learning theory, Brunner. സോഷ്യൽ ബ്രൂണർ, ആൽബർട്ട് ബെൻസുറയുടെ ആണ് അല്ലെ സോഷ്യൽ ലേണിംഗ് തിയറി. ബാക്കി ഓപ്ഷൻസ് ഒക്കെ എന്താണ്? കറക്റ്റ് ആണ്. പാവ്ലോവിന്റെ SR തിയറി, കോട്ട്ലറിന്റെ ഫീൽഡ് തിയറി ഓഫ് ലേണിംഗ്, തോണ്ടേക്കിന്റെ ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. Okay, next. The smallest meaningful units of language are semantics, syntax, morphemes, phonemes. Smallest meaningful unit of language. ലാംഗ്വേജിന്റെ ഏറ്റവും ചെറിയ മീനിങ്ഫുൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതിനെയാണ്? സെമാൻറ്റിക്, സിൻടാക്സ്, മോർഫിംസ്, ഫോണിംസ്. എന്തായിരിക്കും? മോർഫിംസ് ആണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു ഫാക്ച്വൽ ആസ്പെക്ട് ആണ് മോർഫിംസും ഫോണിംസും എന്താണെന്നുള്ളത്. മോർഫിംസ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ഓഫ് ലാംഗ്വേജ് ആണ്. എന്നാൽ ഫോണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻ എ ലാംഗ്വേജ് ആണ്. ഓക്കെ, സൗണ്ട് സ്മോളസ്റ്റ് മീനിങ്ഫുൾ യൂണിറ്റ് ഓഫ് സൗണ്ട് ഇൻ എ ലാംഗ്വേജ് ആണ് ഫോണിംഗ്. മോർഫിംഗ് എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ ലാംഗ്വേജ്. Which of the following is the most appropriate strategy that can be used to solve classroom problems? ക്ലാസ്റൂം പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഏതാണ്? സർവേ, Action research. Action research is a research method that aims to simultaneously investigate and solve an issue. അല്ലേ? ഒരേ സമയം എന്താണ് ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയും ചെയ്യും, എങ്ങനെ അത് പരിഹരിക്കാന്നുള്ള കാര്യത്തിൽ എന്താണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു അന്വേഷണം നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അതെങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള ഇഷ്യൂവിനെ എന്ത് ചെയ്യും, അത് ഉടനെ തന്നെ സോൾവ് ചെയ്യുകയും ചെയ്യും. അല്ല കുറെ കാലം പഠനം നടത്തിയിട്ട് പിന്നല്ല അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നത്. In other words, as its name suggests, action research conducts research and taken action at the same time. സ്കൂളിൽ ഒരു സ്കൂൾ കോമ്പൗണ്ട് അല്ലെങ്കിൽ സ്കൂൾ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു എന്താണ് സോഷ്യൽ സിറ്റുവേഷനിലൊക്കെ പെട്ടെന്ന് നമുക്ക് എന്താ ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ ആക്ഷൻ റിസർച്ച് ആണ് കൂടുതൽ അപ്രോപ്രിയേറ്റ് ആവുക. Which of the following is connected with the term dyslexia? Reading disorder, behavioral disorder, mental disorder, mathematical disorder. Reading disorder. Yes, reading disorder. Which of the following would be of the most concern to parents of a primary school students with muscular dystrophy? മസ്കുലാർ ഡിസ്ട്രോഫി ഉള്ള കുട്ടികളുടെ പേരൻസ്, അതായത് പ്രൈമറി സ്കൂളിൽ ഒരു പ്രൈമറി സ്കൂൾ ലെവലിൽ മസ്കുലാർ ഡിസ്ട്രോഫി ഉള്ള ഒരു കുട്ടിയുടെ പേരൻസ് എന്ത് കാര്യത്തിലാണ് കൂടുതൽ കൺസേൺ ആയിരിക്കുക, അല്ലെങ്കിൽ എന്തിലാണ് അവർ കൂടുതൽ കൺസേൺ ആവേണ്ടത്?
ജോബ് ട്രെയിനിങ്ങിലാണോ, മൊബിലിറ്റിയിലാണോ, മാത്തമാറ്റിക്കൽ സ്കിൽസിലാണോ, റീഡിങ് എബിലിറ്റിയിലാണോ? എന്തായാലും ജോബ് ട്രെയിനിങ് വരെ. യെസ്, മൊബിലിറ്റി ആണ് കറക്റ്റ് ആൻസർ. മസ്കുലാർ ഡിസ്ട്രോഫി അതാ MD എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫേഴ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് ജനറ്റിക് ഡിസീസ് ദാറ്റ് കോസ് പ്രോഗ്രസീവ് വീക്ക്നെസ് ആൻഡ് ഡീജനറേഷൻ ഓഫ് skeletal muscles. These disorders vary in age of onset, severity and the patterns of the affected muscles. എന്താണ് MD എന്ന് പറഞ്ഞാൽ? ജനറ്റിക് ഡിസീസ് ആണ്. അതായത് കാലക്രമേണ പ്രോഗ്രസീവ് ആയിട്ട് എന്താ ജനറേഷനിൽ എന്ത് ചെയ്യാം, ഒരു വീക്ക്നെസ് ഉണ്ട് അവരുടെ എന്താണ് സ്കെലിറ്റൽ മസിൽസിനൊക്കെ എന്ന് പറയുമ്പോൾ എന്താ ചലനത്തിലും ആണ് മോട്ടോർ എബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിലുള്ള വീക്ക്നെസ് പ്രോഗ്രസീവ്ലി ഉണ്ടാവും. അപ്പൊ അതിലാണ് അവർ എന്ത് ചെയ്യാം, മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ചലനാത്മകത എന്നൊക്കെയല്ലേ പറയുന്നത്. അപ്പൊ അതിലാണ് കൂടുതൽ കൺസേൺ ആവേണ്ടതെന്നാണ് പറയുന്നത്. മസിൽസിനെ അഫക്ട് ചെയ്യുന്ന ഒരു ജനറ്റിക് ഡിസീസ് ആണ്. A child confuses the number 25 as മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ചലനം ആയിട്ട് ബന്ധപ്പെട്ട മോട്ടോർ. MDയുടെ കാര്യമല്ലേ പറഞ്ഞത്. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, എല്ലുകളുടെ മസിൽസിനെ ബാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എന്താണ് ജനറ്റിക് ഡിസീസ് എന്ന് പറഞ്ഞത്. അപ്പൊ അതില് മൊബിലിറ്റിക്കാണ് കൂടുതൽ എന്ത് കൺസേൺ ആവേണ്ടത് അങ്ങനെയുള്ള കുട്ടികളുടെ. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ചലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ചലനാത്മകത, ചലിക്കാനൊക്കെ ഉള്ള ഒരു ഇതാണ് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? A child confuses the number 25 as 52 and the English alphabet B as D. In which category this child belongs? Mental impairment, learning disability, visual impairment, mental retardation. 25നെ 52 ആയിട്ടും BA D ആയിട്ടും ഒക്കെ മിസ്കൺസെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടി ഏത് കാറ്റഗറിയിൽ പെടുമെന്നാണ് സൈക്കോളജി പറയുന്നത് പറയുന്നത്. നോർമലി ചിലപ്പോൾ പിള്ളേർക്ക് പഠിക്കുമ്പോൾ വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ചയില്ലാത്ത ആളെന്ന. കാഴ്ചയില്ലാത്ത ആൾക്ക് 25ഉം 52ഉം ഒക്കെ അറിയാൻ പറ്റുമോ? ലേണിംഗ് ഡിസബിലിറ്റി. യെസ്, ലേണിംഗ് ഡിസബിലിറ്റി ആണ്. മെന്റൽ ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാലും അവർക്കും ഓൾറെഡി മെന്റലി വീക്ക് ആയിരിക്കും, പിന്നെ അവർക്ക് ആ ഒരു വിഷയം വരുന്നില്ല. 25 52 അവരുടെ വിഷയമല്ല. വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാഴ്ച പരിമിതി ഉള്ളവർക്കും ആ ഒരു വിഷയം വരുന്നില്ല. മാറിപ്പോകുക എന്നുള്ളത് ഇവിടെ വരുന്നില്ല. അവർക്ക് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവാത്തേ ഉള്ളൂ. പിന്നെ ഒട്ടും കാഴ്ചയില്ലെങ്കിൽ പിന്നെ ഇതൊന്നും അവരുടെ വിഷയമല്ല. മെന്റൽ റിട്ടർഡേഷനും അതിൽ വരുന്നില്ല. അപ്പൊ ലേണിംഗ് ഡിസബിലിറ്റി ആണ് ആൻസർ. Which of the following is not a category in Gartner's hierarchy of learning? ഗാർട്ട്നറുടെ ഹയറാർക്കി ലേണിംഗിൽ അല്ലെങ്കിൽ തിയറിയിൽ വരാത്തത്, ഇല്ലാത്തത് ഏതാണ്? 4 ഓപ്ഷൻസിൽ. ചെയിനിങ്, കോൺസെപ്റ്റ് ലേണിംഗ്, സിംബോളിക് അസോസിയേഷൻ, പ്രോബ്ലം സോൾവിങ്. സിംബോളിക്. യെസ്, സിംബോളിക് അസോസിയേഷൻ. Motivation cannot be observed directly, inferred from behavior, used to explain behavior, used to predict behavior. മോട്ടിവേഷൻ എന്തല്ല, എങ്ങനെ സാധിക്കില്ല? മോട്ടിവേഷൻ ഒബ്സർവ് ഡയറക്റ്റ്. മോട്ടിവേഷൻ ഒരാൾക്ക് മോട്ടിവേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഡയറക്റ്റ് നോക്കിയിട്ട് പറയാൻ സാധിക്കില്ല. അല്ലെങ്കിൽ ഇൻഫേർഡ് ഫ്രം ബിഹേവിയർ, എന്താണ് ബിഹേവിയറിൽ നിന്നൊരു ഇൻഫേർഡ് ആയിട്ട് വരുന്നില്ല. അല്ലെങ്കിൽ യൂസ് ടു എക്സ്പ്ലെയിൻ ബിഹേവിയർ, എന്താണ് മോട്ടിവേഷൻ കൊണ്ട് ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. മോട്ടിവേഷൻ cannot be അതില്ല എന്നുള്ളതാണ്. ഒബ്സർവ് ഡയറക്ട്ലി. മോട്ടിവേഷൻ cannot be ഒബ്സർവ് ഡയറക്ട്ലി. മോട്ടിവേഷൻ, ഒരാൾക്ക് മോട്ടിവേഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണോ മോട്ടിവേഷൻ?
ഒരാളെ ഇപ്പൊ നമ്മളിങ്ങനെ ബാക്കിയൊക്കെ അങ്ങോട്ട് കൺഫ്യൂഷൻ വരുന്നുണ്ട്. ഫസ്റ്റ് നോക്കിയാ മതി, ഒബ്സർവ് ഡയറക്റ്റീവ് പറ്റുമോ അത് നോക്കിയാൽ മതി. ആ വായിക്കുമ്പോ തന്നെ അത് ഓപ്ഷൻ ഓക്കെ ആണെന്ന് അത് പറ്റില്ലല്ലോ. ഒബ്സർവ് ഡയറക്റ്റിൽ ഒരാൾക്ക് മോട്ടിവേഷൻ ഉണ്ടോ അല്ലെങ്കിൽ മോട്ടിവേറ്റഡ് ആണോ എന്ന് നോക്കി പറയാൻ പറ്റുമോ? വേണമെങ്കിൽ നോക്കി അയാൾ വണ്ണുണ്ടോ പൊക്കമുണ്ടോ അല്ലെങ്കിൽ എന്താ വെളുത്തിട്ടാണോ കറുത്തിട്ടാണോ എന്നൊക്കെ നോക്കി പറയാൻ പറ്റുമോ? അയാൾക്ക് മോട്ടിവേഷൻ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. പിന്നെന്താണ് യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ബിഹേവിയർ. ബിഹേവിയറിനെ എന്ത് ചെയ്യാം, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മോട്ടിവേഷൻ വെച്ചിട്ട് ബിഹേവിയറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ എന്താണ് എക്സ്പ്ലെയിൻ ബിഹേവിയറിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ മോട്ടിവേഷൻ കൊണ്ട് ബിഹേവിയറിൽ ഒരു ഇൻഫറൻസ് ഉണ്ടാവണമെന്നും ഇല്ല. അപ്പം എന്താണ് ഡയറക്റ്റ്ലി ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എന്ത് ആൻസർ വരുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക. പിന്നെ ചില എന്താ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ അതായിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഉറപ്പായിരിക്കും. നെക്സ്റ്റ് എന്താണ്, എ മാൻ റിഫ്ലെക്ട്സ് ഹിസ് ആങ്കർ ഫ്രം ഹിസ് ബോസ് ടു ഹിസ് ചൈൽഡ് ഹിസ് ആൻ എക്സാമ്പിൾ ഓഫ്. ഡിഫൻസ് മെക്കാനിസത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. റിഗ്രഷൻ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, ആങ്കർ റിഫ്ലെക്ട്സ് ഹിസ് ആങ്കർ ഫ്രം ഹിസ് ബോസിൽ നിന്ന് ഉള്ള ഒരു ദേഷ്യപ്പെട്ടപ്പോൾ അതെന്ത് ചെയ്തു, കുട്ടിയിലേക്ക് മാറ്റി വെച്ചു, കുട്ടിയിലേക്ക് കൊടുത്തു. ഇത് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ്. അതായത് ഇങ്ങനെ ഇവിടെ ഒരാളിന്ന് കിട്ടി, അത് വേറെ ഒരാളിലേക്ക് എന്ത് ചെയ്യും, മാറ്റി. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ. The formula to determine IQ was first presented by. ഫോർമുല എന്തായിരുന്നു? MA/CA into 100. അത് പ്രസന്റ് ചെയ്തത്, അതിന്റെ ഫസ്റ്റ് പ്രസന്റ് ചെയ്തത് ആരാണെന്നുള്ള ആൽഫ്രഡ് ബിനറ്റ്, വില്യം സ്റ്റേൺ, ആൽഫ്രഡ് ബിനറ്റ് ആണോ? വില്യം സ്റ്റേൺ. Next, learning disability may occur due to all of the following except. താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് ലേണിംഗ് ഡിസബിലിറ്റി വരാൻ ചാൻസ് ഉള്ള 3 ഉണ്ട്. പക്ഷെ അതിലൊന്ന് ആ ഒരു കാര്യം കൊണ്ട് എന്ത് ചെയ്യില്ല, ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവില്ല. അത് ഏതാണെന്നുള്ളത് കൾച്ചറൽ ഫാക്ടേഴ്സ്, ഇമോഷണൽ ഡിസ്റ്റർബൻസ്, ബിഹേവിയറൽ ഡിസ്റ്റർബൻസ്, സെറിബ്രൽ ഡിസ്ഫങ്ഷൻ. ഏതുകൊണ്ടായിരിക്കും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്തത്, ഉണ്ടാവാത്തത് ഏതുകൊണ്ടായിരിക്കും? ഏതായിരിക്കും? കൾച്ചറൽ ഫാക്ടേഴ്സ് ലേണിംഗ് ഡിസബിലിറ്റിയെ അഫക്റ്റ് ചെയ്യുമോ? ഇല്ല. അപ്പൊ കൾച്ചറൽ ഫാക്ടേഴ്സ് തന്നെയാണ്, അത് വേറെ ഡൗട്ട് ഒന്നുമില്ല. ഇമോഷണൽ ഡിസ്റ്റർബൻസ് കൊണ്ട് എന്ത് ചെയ്യാം ലേണിംഗ് ഡിസബിലിറ്റി, അതുപോലെ ബിഹേവിയറൽ ഡിസ്റ്റർബൻസ്, സെറിബ്രൽ ഡിസ്ഫങ്ഷൻ ഒക്കെ എന്ത് ചെയ്യാം ലേണിംഗ് ഡിസബിലിറ്റി. If the test measures mastery level achievement in a subject, it is known as. അതായത് ഒരു ടെസ്റ്റ് ഒരു സബ്ജക്റ്റിലുള്ള മാസ്റ്ററി ലെവലിനെയാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന ആ ടെസ്റ്റിനെ പറയുന്നത് എന്ത് പേരിലാണ് അറിയപ്പെടുക? ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, നോം റെഫറൻസ് ടെസ്റ്റ്, പ്രോഗ്നോസ്റ്റിക് ടെസ്റ്റ്. എന്തായാലും ഇതിൽ 2 ഓപ്ഷൻ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഡയഗ്നോസ്റ്റിക്കും പ്രോഗ്നോസ്റ്റിക്കും എന്തായാലും അല്ല, അല്ലേ? അല്ലല്ലോ? ആണോ? അല്ല. പിന്നെ ക്രൈറ്റീരിയനും ടെസ്റ്റും ആണോ ഉള്ളത്? അപ്പൊ ഏതായിരിക്കും അതില്? ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ് ആണ് ആൻസർ വരുന്നത്. ഇപ്പം നോൺ റെഫറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നെറ്റ് എക്സാം ഒക്കെ ഇല്ലേ, നെറ്റ് UGC നെറ്റ്, ഇന്ത്യൻ നെറ്റ് എക്സാം ഒക്കെ എന്താണ് നോൺ റെഫറൻസ് ടെസ്റ്റിന് എക്സാമ്പിൾ ആണ്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കൂടെ എഴുതുന്ന കുട്ടികളെ വെച്ച് ഇപ്പൊ PSC എക്സാം ഇതൊക്കെ എന്താണ് നോൺ റെഫറൻസ് ടെസ്റ്റിനുള്ള എക്സാമ്പിൾ ആണ്. അതായത് കൂടെ എഴുതുന്നവരെ വെച്ചിട്ടൊരു കമ്പാരിസൺ ആണ്, അല്ലെ? ഇപ്പം കട്ട് ഓഫ് കൂടുക എന്ന് പറഞ്ഞാൽ എക്സാം സിമ്പിൾ ആണെങ്കിൽ കട്ട് ഓഫ് കൂടും, എക്സാം എന്താണ് ടഫ് ആണെങ്കിൽ എന്ത് ചെയ്യും, കട്ട് ഓഫ് കുറയും, അല്ലെ?
ക്രൈറ്റീരിയൻ റെഫറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ മാസ്റ്ററി എന്താണ്, എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, എങ്ങനെയാണെന്നുള്ള അതിന്റെ ഒരു ക്രൈറ്റീരിയ, ആ ഒരു എന്താണ് ഇത് വെച്ച് നോക്കുന്നതാണെന്ത്, അത് പ്രീ ഡിറ്റർമൈൻഡ് ഒരു ഇത് കാണും അവിടെ. There are two major ways to score assessment in measurement. Non-reference test look at how a person does in comparison to other people who are similar to them. While criterion reference test look at a person's performance regardless of how others do. Okay, criterion reference ടെസ്റ്റിൽ ബാക്കിയുള്ളവരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് ഇവിടെ പരിഗണിക്കുന്നില്ല. പക്ഷേ ആ ഒരാളെ എത്രത്തോളം അയാൾക്ക് അറിയാം, എങ്ങനെയാണ് അയാളുടെ ഒരു ലെവൽ എന്നുള്ളതാണ് അവിടെ പരിഗണിക്കുന്നത്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Who are the three participants in formative assessment? Formative assessmentലെ 3 participants ആരൊക്കെയാണ്? ഫസ്റ്റ് എ, headmistress learner peer, second teacher learner headmistress, third teacher headmistress peer, D teacher peer learner. ഫോർമേറ്റീവ് അസസ്മെന്റിൽ ഹെഡ്മിസ്ട്രസ് വരുന്നുണ്ടോ? Sequence is a sequence of speech development, emotional development, physical motor development, social development. Proximo distal sequence എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെ ഓർഡറിനെയാണ് പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഓക്കെ, മോട്ടോർ ഡെവലപ്മെന്റ്. മോട്ടോർ ഡെവലപ്മെന്റിനെയാണ് എന്ത് പ്രോക്സിമോ ഡിസ്റ്റൽ ഡെവലപ്മെന്റ് സീക്വൻസ് എന്ന് പറയാം. അത് സീക്വൻഷ്യൽ പാറ്റേൺ ഡെവലപ്മെന്റിന്റെ സീക്വൻഷ്യൽ പാറ്റേണിന് എന്ത് ചെയ്യാം, 2 ഡയറക്ഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാറ്റഗറൈസ് ചെയ്യാം. അതിൽ സെഫാലോകോഡൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോക്ക്, ഹെഡ് ടു ഫൂട്ട് എന്നാണ്. ഹെഡ് ടു ഫൂട്ട് ഡെവലപ്മെന്റിനെയാണ് സെഫാലോകോഡൽ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. സെഫാലോകോഡൽ സീക്വൻസ് എന്ന് പറയുന്നത് ഹെഡ് ടു ഫൂട്ട് ഡെവലപ്മെന്റിനെയാണ്. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ എന്താ, ചൈൽഡ് ഫസ്റ്റ് ഗെയിൻസ് കൺട്രോൾ ഓഫ് ഹെർ ഹെഡ്, then she can catch hold of object, sit, crawl and later she could stand and walk എന്ന് പറഞ്ഞാൽ ഹെഡ് ടു ഫൂട്ട് അല്ലേ പറയുന്നത്. അപ്പം ഹെഡിലാണ് അല്ലെ ഫസ്റ്റ് കുട്ടിയുടെ എന്താണ് കഴുത്തുറക്കിയും തല ഉറക്കിയാന്നൊക്കെ പറയില്ലേ. അപ്പൊ കൺട്രോൾ ഹെഡിന്റെ ഒരു കൺട്രോൾ ആണ് ഫസ്റ്റ് കിട്ടുന്നത്, അതിന് ശേഷമാണ് താഴേക്കാണ് വരുന്നത്. then she can catch hold of object, എന്തെങ്കിലുമൊക്കെ പിടിക്കാൻ തുടങ്ങും അല്ലെ, എത്തിപ്പിടിക്കാൻ. പിന്നെ അതിനുശേഷം ഇരിക്കാൻ തുടങ്ങും, അതിനുശേഷം എഴയാൻ തുടങ്ങും. എഴയെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, കാല് വെച്ചിട്ട് അല്ലെ. അതിനുശേഷം എന്താണ്, നിൽക്കാൻ തുടങ്ങും, പിന്നെ നടക്കാൻ തുടങ്ങും. അപ്പൊ ഹെഡ് ടു ഫൂട്ട്, അതിനാണ് സെഫാലോകോഡൽ സീക്വൻസ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഡെവലപ്മെന്റൽ പാറ്റേൺ, അതിന്റെ ഒരു സീക്വൻഷ്യൽ പാറ്റേണിൽ വരുന്നതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ് എന്ന് പറഞ്ഞാൽ the means that the development proceed from the central part of the body towards the peripherals. എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്ന്, ബോഡിയുടെ സെന്ററിൽ നിന്ന് എന്ത് പെരിഫറൽസിലേക്ക് ആയിരിക്കും എന്ത് ആ ഒരു towards peripherals ഡെവലപ്മെന്റ് പ്രൊസീഡ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും. The sequence the spinal cord of the individual develop first and then outward development takes place. For example, babies cut their front teeth before cutting their side ones. എന്ന് പറയുമ്പോൾ എന്താണ്, ഫസ്റ്റ് കുട്ടിക്ക് പല്ല് വരുന്നത് ഫ്രണ്ടിലെ 2 പല്ലല്ലേ ആദ്യം വരുന്നത്, അതിനുശേഷം അല്ലേ സൈഡിലോട്ടുള്ള പല്ലുകൾ വരുന്നത് അല്ലെ. ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും എന്ത് വരിക, അണപ്പല്ല് വരുന്നത് അല്ലേ അല്ലേ, അങ്ങനെ തന്നെ അല്ലേ. അതാണ് പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസിനുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഇൻഫാന്റ് ഫസ്റ്റ് ലേൺ ടു മൂവ് ദെയർ ടോർസോ ആൻഡ് ദെൻ ദെയർ ആംസ് ആൻഡ് ലെഗ്സ്, മീനിങ് ദാറ്റ് ഹി ഫോളോസ് ദ പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്. എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് കുട്ടി എന്ത് ചെയ്യും, എഴയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീന്താൻ തുടങ്ങും അല്ലെ. നീന്തെന്ന് പറയുമ്പോൾ എന്താ, ഉടലിട്ട് ഇങ്ങനെ നെഞ്ചിട്ട് വലിച്ച് നീന്തുക എന്നൊക്കെ പറയില്ലേ. ചിലപ്പോൾ ചില കുട്ടികൾ കാലുകൊണ്ട് എഴയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അപ്പൊ അത് സെൻട്രൽ പാർട്ട് അല്ലേ. അതിനുശേഷമാണ് എന്ത് ചെയ്യുക, അതേ ആംസ് ആൻഡ് ലെഗ്സ്, മീനിങ് അതിനുശേഷമാണ് എന്ത് കുട്ടി കൈ കൊണ്ട് എന്താ എഴയാനും കാലുകൊണ്ട് എഴയാനൊക്കെ തുടങ്ങുന്നത്. അപ്പൊ അതാണ് ഇൻഫാന്റ് ഫസ്റ്റ് ലേൺ ടു മൂവ് ദെയർ ടോർസോ. ഇപ്പൊ മറിഞ്ഞു വീഴാന്ന് പറയും, ഫസ്റ്റ് എന്ത് ചെയ്യും, കമന്ന് വീഴാന്നൊക്കെ പറയത്തില്ലേ, കമന്ന് വീഴുന്നതിന് ശേഷമല്ലേ എഴയാൻ തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു ഓർഡറിനാണ് എന്താ പറയുക, പ്രോക്സിമോ ഡിസ്റ്റൽ സീക്വൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഇമോഷണൽ കോമ്പിറ്റൻസി? ഇമോഷണൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തായിരിക്കും?
ability to understand and regulate our emotions, the ability to understand other people's perspectives and intentions, the ability to manage emotional situation, all of these. ഇമോഷണൽ കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആണോ? അതുപോലെ മറ്റു പീപ്പിൾസിന്റെ ഇമോഷൻസിനെ എന്ത് മനസ്സിലാക്കാനും അവരുടെ ഇന്റൻഷനെ ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ആണോ? അതുപോലെ ഇമോഷണൽ സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി ആണോ? ഓൾ ഓഫ് ദീസ്. ഡി ഓപ്ഷൻ ഏതായിരിക്കും ഇമോഷണൽ കോമ്പിറ്റൻസി? ഇതെല്ലാം ഇമോഷണൽ കോമ്പിറ്റൻസി ആണ് അല്ലേ? ഒന്നും മാറ്റി നിർത്താൻ പറ്റില്ല. ഈ മൂന്നെണ്ണം അണ്ടർസ്റ്റാൻഡ് ആൻഡ് റെഗുലേറ്റ് അവർ ഇമോഷൻസ്, അതുപോലെ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് അതർ പീപ്പിൾസ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഇന്റൻഷൻസ്, അത് സെയിം എന്താണ് എബിലിറ്റി ടു മാനേജ് ഇമോഷണൽ സിറ്റുവേഷൻസ്. എന്താണ് മൂന്നും ഇമോഷണൽ കോമ്പിറ്റൻസി ആയിട്ട് അല്ലെ, ഇമോഷണൽ കോമ്പിറ്റൻസി ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കേട്ടോ. കോമ്പിറ്റൻസി മീൻസ് എന്താണ്? കോമ്പിറ്റൻസി പറഞ്ഞാല് കറക്റ്റ് മീനിങ് എന്താ? ടീച്ചിങ് കോമ്പിറ്റൻസി എന്നൊക്കെ പറയാറില്ലേ, അതിലുള്ള ആ ഒരു നല്ല കഴിവ് എന്നൊക്കെ പറയില്ലേ, ഇത് ഇവിടെ കോണ്ടെക്സ്റ്റുവൽ മീനിങ് ആണ്, കഴിവെന്ന് പറയാം. കോമ്പറ്റീഷൻ മത്സരം എന്നുള്ള ഒരു മീനിങ് ആണ് കോമ്പിറ്റൻസി എന്ന് പറയുമ്പോൾ. ഇമോഷണൽ കോമ്പിറ്റൻസി ആ ഒരു കഴിവ് സ്കിൽ എന്നുള്ള രീതിയിലാണ് ഇവിടെ മീനിങ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം.